നമസ്കാരം. ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യതയുള്ളതിനെക്കുറിച്ച് തനിക്കറിയില്ലായിരുന്നുവെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് 4 മാസമായി വിദേശത്ത് ഒളിവിലായിരുന്നുവെന്നും റഹീം പോലീസിന് മൊഴി നൽകി. സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നില്ല. അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെക്കുറിച്ചൊന്നും അറിയുകയുമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ല എന്നുമാണ് റഹീം നൽകിയ മൊഴി. എന്നാൽ സാമ്പത്തിക ബാധ്യത മൂലം വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ ആദ്യം ആലോചിച്ചത് കുടുംബാംഗങ്ങൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാനാണെന്നത് സ്ഥിരീകരിച്ച് പോലീസ്. ആത്മഹത്യാശ്രമം വിജയിക്കാൻ സാധ്യതയില്ലെന്നു കരുതിയാണ് കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. അഫാന്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന അമ്മ ഷെമിയെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വിവരം അറിയിച്ചിട്ടില്ല. അഫാൻ കുറ്റം സമ്മതിച്ച് കീഴടങ്ങിയതും പറഞ്ഞിട്ടുമില്ല. തനിക്ക് മാത്രമാണ് പരിക്ക് പറ്റിയതെന്ന ചിന്തയിൽ കഴിയുന്ന അവർ അഫാനാണ് ആക്രമിച്ചതെന്നും സമ്മതിച്ചിട്ടില്ല. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തല കറങ്ങി താഴെ വീണുണ്ടായ പരിക്കാണെന്നാണ് അമ്മ ഷെമി പറയുന്നത്. ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി. കടം നൽകിയവർ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നും തലേന്നും ചിലർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും അഫാൻ വെളിപ്പെടുത്തിയതായി റൂറൽ SP KA സുദർശൻ പറഞ്ഞു. ഇതാകാം പ്രകോപനമെന്നാണ് പോലീസിന്റെ നിഗമനം. അഫാനെ ഫോണിൽ വിളിച്ചവരുടെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട്. ഇവരെയും ചോദ്യം ചെയ്യും. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഫാനെ അവിടെയുള്ള പോലീസ് സെല്ലിലേക്ക് മാറ്റി. മുത്തശ്ശി സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയോടെയായിരുന്നു ഈ നീക്കം. മറ്റു കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും. അഫാന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. 1 മാസം 1 തവണ ഉപയോഗിച്ചതൊഴിച്ചാൽ ഇയാൾ പതിവായി രാസലഹരി ഉപയോഗിച്ചതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു.